ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ലോഗോ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വൈറ്റ് ടിഷ്യൂ എന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അഡോബ് ഇല്ലുസ്ട്രേറ്ററിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ക്രിയേറ്റ് ന്യൂവിൽ പോയിട്ട് പുതിയൊരു ആർട്ട് ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫയൽ ഓപ്പണായി വന്നു. നമ്മുടെ ആർട്ട് ബോർഡാണ് ഈ കാണുന്നത്. അതിൽ നമ്മൾ Ctrl+O പ്രസ് ചെയ്താൽ നമുക്ക് ഇമേജ് ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയും. നമ്മൾ ഒരു ടിഷ്യൂവിൻ്റെ ഇമേജ് ഫയൽ കൊണ്ടുവന്നു. നമ്മുടെ ആർട്ട് ബോർഡിനേക്കാളും ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ സൂം ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഇമേജിനെ നമ്മുടെ ആർട്ട് ബോർഡിലേക്ക് ചുരുക്കി കൊണ്ടുവരികയാണ്. ഇതെല്ലാം നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ കഴിയും. നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കി. ഏകദേശം ആ ഒരു ടിഷ്യൂവിൻ്റെ മോഡലിലേക്ക് അതിന് ട്രേസ് ചെയ്യുന്നൊരു രീതിയാണ്. അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചു. ആൾട്ട് പ്രസ് ചെയ്ത് മൂവ് ടൂൾ കൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നീക്കിയാൽ അതിൻ്റെ ഒരു കോപ്പി ഇല്ലുസ്ട്രേറ്ററിൽ അവൈലബിൾ ആകും. ഓക്കെ, അത് അടിഭാഗത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ഷാഡോ വരുന്നൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളതിന് ഒന്നുകൂടി ഡാർക്കായിട്ടുള്ള വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് മറ്റു ഭാഗങ്ങൾ, കാരണം അതൊരു കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു രീതിയിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കൂടുതൽ കൺസെപ്റ്റുകളൊക്കെ ഉള്ള ലോഗോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്തൊരു ഷേപ്പ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഡാർക്കായിട്ടുള്ള കളറ് ആ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നടുഭാഗത്തായിട്ടൊരു ഹോള് വരുന്ന രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പ് മുകൾ ഭാഗത്തായിരുന്നു, അതിനെ താഴോട്ട് കൊണ്ടുപോകാൻ ഫോട്ടോഷോപ്പിൽ പറഞ്ഞതുപോലെ തന്നെ കൺട്രോൾ ബ്രാക്കറ്റ് ക്ലോസ് എന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഷേപ്പ് കൊണ്ടുവന്നു നമ്മൾ നടുവിലെ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഈ ഒരു ഷേപ്പിനെ പാത്ത് ഫൈൻഡർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു ഫയലുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഫയലുകൾ, അതായത് 2 ഷേപ്പുകൾ സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് ഫൈൻഡറിലെ സെക്കൻഡ് ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ്, അതിൻ്റെ മുകൾ ഭാഗത്ത് ഏത് ഷേപ്പാണോ അതിൻ്റെ അതേ ഒരു സ്ട്രക്ചർ അടിഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പാത്ത് ഫൈൻഡറിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ആക്കാനുള്ളതുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 ഒബ്ജക്റ്റുകളുടെ ഇടയിലുള്ള സ്പേസിനെ മാത്രം നിലനിർത്താനുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫംഗ്ഷനുകൾ അവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഉൾഭാഗത്തും ഒരു ഷാഡോ വരേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഷാഡോക്കുള്ളൊരു ഷേപ്പ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഡാർക്ക് തീമാകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുകൾ ഭാഗത്ത് വരുന്ന ലെയറുകൾ കൂടുതൽ ഡാർക്ക് കളറും അതുപോലെ അതിൻ്റെ അടിഭാഗത്ത് വരുന്നത് കുറച്ച് ലൈറ്റ് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു ഷെയ്ഡ് കൂടി നമുക്ക് കൊടുത്തു നോക്കാം.
സെയിം പാത്ത് ഫൈൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൂളിനെയും ഈ ഒരു ഷേപ്പിനെയും ക്രോപ്പ് ചെയ്യുന്നത്. രണ്ട് ഷേപ്പുകളെയും സെലക്ട് ചെയ്യുക. കൺട്രോളർ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഷേപ്പിനെയും സെലക്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് പാത്ത് ഫൈൻഡറിലെ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എല്ലാത്തിനെയും മൂവ് ടൂൾ കൊണ്ട് എല്ലാ ഷേപ്പിനെയും സെലക്ട് ചെയ്ത് കൺട്രോൾ G പ്രസ് ചെയ്ത് ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളതിനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മുടെ ലോഗോ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം. നമ്മളതിനെ അൺഗ്രൂപ്പ് ചെയ്തു. നേരത്തെ ഗ്രൂപ്പാക്കിയതായിരുന്നു. വൈറ്റ് ടിഷ്യൂ എന്ന കമ്പനിനെ വൈറ്റിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ലോഗോയെ അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. ഷാഡോ വരുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള വൈറ്റ് കളർ കൊടുത്തു. ഇങ്ങനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാകുമ്പോൾ നമ്മുടെ ഈ ഒരു ലോഗോയുടെ എഫക്റ്റ് നമുക്ക് നേരെ ലഭിക്കുന്നതാണ്. ഒരു മോഡേൺ ലോഗോയുടെ ഷേപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മിനിമലായിട്ടുള്ള ലോഗോകളാണ് മോഡേൺ ലോഗോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിനെ ലോഗോ കൺസെപ്റ്റ് ഈ ഒരു തരത്തിലുള്ളൊരു ഇമേജിനെ നമ്മളൊരു ലോഗോ ആക്കി മാറ്റിയെടുത്തു. ഇനി നമുക്ക് ആ ഒരു പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കൺസെപ്റ്റിലേക്കാണ് ആ പേജിനെ കൊണ്ടുവരുന്നത്. കുറച്ച് ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു ഷേപ്പ് കൊണ്ടുവന്നു, എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്തു. പിന്നീട് കൺട്രോൾ D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരുപാട് കോപ്പികൾ അതേ പാത്തിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സേവ് ചെയ്യാൻ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് കൊടുത്താൽ നമുക്ക് JPG ഫയലുകളായിട്ട് നമുക്കതിനെ സേവ് ചെയ്യാൻ കഴിയും. ഇമേജ് ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. കൺട്രോൾ S കൊടുത്താൽ നമുക്ക് അതിനെ സേവ് ചെയ്യാൻ കഴിയും.